ഇത് എവിടെയൊക്കെ ഇങ്ങനെ സ്വത്തുക്കൾ വാങ്ങിയെന്നാണ് എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ ഒരു അസ്വാഭാവികത സ്വാഭാവികമായിട്ടും നാട്ടുകാരൊക്കെ അത് ശ്രദ്ധിക്കുമല്ലോ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഒരു അസ്വാഭാവികത അവർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്നെങ്കിലും? അങ്ങനെയൊക്കെ ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ദിബീഷ്. ആദ്യഘട്ടത്തിൽ ആളുകൾ അങ്ങനെയാണോ ചിന്തിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഈ നാട്ടിൽ അനന്തു കൃഷ്ണനെ കുറിച്ച് കാര്യമായിട്ടുള്ള മോശം അഭിപ്രായമില്ല എന്നുള്ളതാണ്. പലരെയും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. നാട്ടിലെ ഏതാവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിലാണ് ഇവർ ഈ അനന്തു കൃഷ്ണനെ കാണുന്നത്. നമ്മൾ ജനപ്രതിനിധികളടക്കമുള്ളവരോട് ഈ വിഷയത്തിൽ പ്രതികരണം തേടി സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ആദ്യം പറഞ്ഞത് പല ആവശ്യത്തിനും ഓടി ചെല്ലുമ്പോൾ ഈ ദുരിതാശ്വാസം അല്ലെങ്കിൽ ഈ ചികിത്സാ സഹായമൊക്കെ തേടി ചെല്ലുമ്പോൾ അവരൊക്കെ സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരാളാണ് അനന്തു കൃഷ്ണൻ എന്നാണ് പറയുന്നത്. അനന്തു കൃഷ്ണനെ കുറിച്ച് നിങ്ങൾക്ക് മോശം അഭിപ്രായമൊന്നുമില്ല? ഇല്ല, നാട്ടിലെ നല്ലൊരു അഭിപ്രായം തന്നെയുണ്ട്. നല്ലൊരു വ്യക്തിയാണ്. ആളുകളൊക്കെ ഇടപെടാനൊക്കെ നല്ല കഴിവുണ്ട്. മുൻനിരത്തന്നെ നിൽക്കുകയും ചെയ്യും. നല്ല പ്രാസിംഗനാണ്. അപ്പോൾ എല്ലാവരും പിടിച്ചു നിർത്താനുള്ള നല്ലൊരു കഴിവുള്ള ഒരാൾ തന്നെ. പിന്നെ എപ്പോഴാണ് തട്ടിപ്പ് നടത്തുന്നതെന്ന് മനസ്സിലാക്കിയത് മാധ്യമങ്ങളൊക്കെ ഓരോ കേസ് ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇത് ഇങ്ങനെ തട്ടിപ്പിലും പെടുന്നത്. അല്ലാതെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഇവനെന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. ഈ അമ്മച്ചിയുടെ ഒരു 30,000 രൂപ വാങ്ങിയിരുന്നു. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടി കിട്ടാനല്ലേ? ഒത്തിരി ബുദ്ധിമുട്ടിയൊന്നുമില്ല. അവൻ്റെ കയ്യിൽ ഇല്ലാതെ ഇരുന്ന കാരണം അവൻ തന്നില്ല അന്നേരം. പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നു എനിക്ക്. 2 കൊല്ലം എടുത്തു. ഇതൊക്കെ കാണുമോ? ഈ അന്നേരം അവനെ ഓർക്കല്ലേ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന്. ഉള്ള കാര്യമല്ലേ? ഉള്ള കാര്യ. ദിവിഷ്, നാട്ടുകാരങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതായത് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല ഈ ചെറുപ്പക്കാരനെ കൊണ്ട് എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ തട്ടിപ്പ് നടന്നിരിക്കുന്നതും മറ്റ് ജില്ലകളിലൊക്കെയാണ്. ഇടുക്കി ജില്ലയിൽ മാത്രം 500ഓളം പരാതികൾ വിവിധ സ്റ്റേഷനുകളിലായി ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പലരും ഇപ്പോഴും പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ 100ലേറെ പരാതികളാണ്. അനന്തു കൃഷ്ണൻ പല സ്ഥലങ്ങളിലും, ഞാനിപ്പോൾ നിൽക്കുന്നത് ശങ്കരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ്. ശങ്കരപ്പള്ളിക്ക് സമീപത്ത് പലയിടത്തും ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പാലായിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 7 മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഭൂമി വാങ്ങിയിട്ടുള്ളതായി പറയുന്നു. ഈ ഭൂമിയൊക്കെ പണം പൂർണ്ണമായും കൊടുത്ത് രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലർക്കും അഡ്വാൻസ് നൽകി എഗ്രിമെൻ്റ് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലക്ഷങ്ങളുടെ ഭൂമി ഇടപാട് അനന്തു കൃഷ്ണൻ ഈ തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഈ അനന്തു കൃഷ്ണൻ എന്ത് ജോലി, ഇയാൾ എന്ത് ജോലി ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സഹായത്തിനൊക്കെ പൈസ കൊടുക്കാറെന്ന് പറയുമ്പോൾ ഇയാളുടെ ഒരു സാമ്പത്തിക സ്രോതസ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുവെന്നാണോ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടോ? എന്താണ് നാട്ടുകാർക്ക് ഇപ്പോൾ നല്ല ആളാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്താണ് ഇയാളുടെ ഒരു സോഴ്സ് എന്താണെന്ന് അറിയണ്ടേ അല്ലേ? അതായത് ഈ സീഡ് ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഹെഡ് ഓഫീസ് ഇവിടെ തന്നെയാണ്. ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ മുകളിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള പല ആളുകൾക്കും ഈ പകുതി പണം മേടിച്ചുകൊണ്ട് ഈ വാഹനവും മറ്റ് ആനുകൂല്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അയാൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് കാര്യമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടില്ല. പക്ഷേ ഹൈറേഞ്ച് മേഖലയിലും അതോടൊപ്പം തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമൊക്കെ ആളുകൾക്ക് കൂടുതൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നു പണം നഷ്ടപ്പെട്ടവർ മിണ്ടാതിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പലരെയും പ്രതികരണമൊക്കെ തേടി പലരെയും വിളിച്ചിരുന്നു, ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ വിളിച്ചിരുന്നു. പക്ഷെ അവരൊന്നും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പലരും ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ചികിത്സാ സഹായത്തിനൊക്കെ ജനപ്രതിനിധികൾ ഓടിച്ചെന്ന് ചോദിക്കുമ്പോൾ കാര്യമായി തന്നെ ശരിയാണ്. അങ്ങനെയൊക്കെ പൈസയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇനി ഒരു പ്രതികരണമായി വന്ന് കൂടുതൽ പൊല്ലാപ്പ് വേണ്ട എന്ന് പലരും കരുതുന്നുണ്ടാവും അല്ലേ? ശരി ജെയിൻ.